ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മൂകാംബിക യാത്രയിലെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് 2 വീഡിയോയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ കാണാൻ മറക്കല്ലേ. അങ്ങനെ നമ്മളിതാ മൂകാംബികയിൽ രാവിലെ ഒരു 9:15 കൂടി തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ, നമ്മൾ ഇന്നലെ വന്ന സുമോയിൽ തന്നെയാണ് കേട്ടോ ഇന്ന് തിരിച്ചു പോകുന്നത്. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ, പോകുന്നത് എങ്ങോട്ടാണെന്ന് നമ്മൾ വഴിയെ പറയാം കേട്ടോ. വഴിയെ പറയുന്നത് എന്തിനാ, നിങ്ങൾ കാണാൻ പോകല്ലേ അല്ലേ, അപ്പോൾ കണ്ടിട്ട് തന്നെ അറിയാം. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കാടും മലയും പുഴയും ഒക്കെ ചേർന്നൊരു അടിപൊളി വഴിയിലൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ബൈപ്പാസ് കയറിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടിയാണ് നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ എത്താൻ കേട്ടോ. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യായിരിക്കും, ഞാനും വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്ഥലം കാണണ്ടേ. അങ്ങനെ ഇതാ നമ്മൾ സ്പോട്ടിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ ഈ ഗോപുരം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. നിങ്ങളിൽ പലർക്കും അറിയാൻ മതിയാവും ഇത് എവിടെയാണെന്നല്ലേ. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ടൈം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇത് അവിടെ വരണമെന്ന്. നമുക്കുണ്ടാവില്ല ചില സ്ഥലത്ത് പോകണമെന്ന് ഒന്ന് കൂടുതലായിട്ടൊരു ആഗ്രഹം. അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ. അപ്പം ഞാനിതാ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇത് അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വേറെ എവിടെയല്ല, നമ്മുടെ മുരുടേശ്വരൻ ടെമ്പിളാണ് കേട്ടോ. ഈ ഗോപുരം കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ സൈഡിലായിട്ട് നമ്മുടെ ശിവഭഗവാന്റെ സ്റ്റാച്യൂയും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതാ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ അവിടെ കാണുന്നില്ല അല്ലേ. ഗോപുരത്തിൻ്റെ പിറകിലായിട്ട് ഒളിച്ചിരിക്കുന്ന ശിവഭഗവാനെ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ഒരു എന്താ പറയുക, ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ചുറ്റും കടലും എന്താ പറയുക അടിപൊളിയാണ് കേട്ടോ. അത് പോയാൽ തന്നെ മനസ്സിലാവുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് വലിയൊരു നെഗറ്റീവായിട്ടാണ് കിട്ടിയത്. വൈകുന്നേരം പോവുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പം പോകുന്നവർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോവുകയാണെങ്കിൽ വൈകുന്നേരം പോകാൻ നോക്കുക കേട്ടോ. അടിപൊളിയായിരിക്കും, നല്ല കടൽക്കാറ്റും നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കും വൈകുന്നേരം എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ പോയത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഗോപുരം താണ്ടി ഇതാ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുകയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ശിവഭഗവാനെ കാണാതെ ബാക്കിൽ. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് കാണുന്ന പോലെ തോന്നുമെങ്കിൽ ഇത് കുറച്ച് ദൂരേക്കാട്ടോ. നമുക്ക് കുറച്ച് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനുണ്ട്, അവിടെ സ്റ്റാറ്റ്യൂവിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതിട്ട് വേണം അങ്ങോട്ടൊക്കെ പോകാൻ. അപ്പോൾ ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. തൊഴുത് ഇറങ്ങിയിട്ട് എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ട് ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും. ഇനി നമുക്ക് ഈ ഗോപുരത്തിൻ്റെ ടോപ്പ് വരെ കയറാൻ പറ്റും. അപ്പോൾ അവിടെ പോകണം. പിന്നെ നമുക്കത് നമ്മുടെ ശിവഭഗവാന്റെ സ്റ്റാച്യൂവിൻ്റെ അവിടേക്കും പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഗോപുരത്തിൽ കയറാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഗോപുരത്തിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഗോപുരത്ത് കയറണമെങ്കിൽ ആ ലിഫ്റ്റ് വഴിയാണ് കയറുക. ഇപ്പോൾ അവിടെ പണി നടക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ലിഫ്റ്റ് വഴിയാണ് കേട്ടോ കയറാൻ നിൽക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഏട്ടനൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോയതാണ് കേട്ടോ. അവർ വന്നിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ടിക്കറ്റ് എടുത്ത് മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാ വ്യൂ പോയിന്റ് പോലെ നല്ല അടിപൊളിയാണ്. ടോപ്പെന്ന് നമുക്ക് കാണാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ വന്നാൽ ഈ കടൽ കാണാം. പിന്നെ നമ്മൾ സെൻറ്ററിൽ നോക്കിയതാ നമ്മുടെ ശിവഭഗവാന്റെ ഫുൾ അവിടെ ആ ഭാഗം മൊത്തമായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഒറ്റൊരു ഫ്രെയിമിൽ മൊത്തമായിട്ട് കാണാൻ പറ്റും. അടിപൊളിയാണ് ആ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സൈഡിലും ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് നമുക്ക് കടലിൻ്റെ അപ്പുറത്തെ ഭാഗം കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 വ്യൂ പോയിന്റാണ് ഞങ്ങളവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കിത്തട്ടനാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായിട്ടോ. അങ്ങനെ അത് നടന്ന കൂട്ടത്തിൽ ഞാൻ കണ്ടതാണ് ഈ കിളിക്കൂട്. അപ്പോൾ അതും കൂടി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ സ്റ്റാറ്റ്യൂവിൻ്റെ ആ ഭാഗത്തേക്ക് നടക്കണം കേട്ടോ. അപ്പം കുറച്ചധികം നടക്കാനുണ്ട്, നല്ല വെയിലുമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു കുൾഫിയൊക്കെ കഴിക്കാൻ വിചാരിച്ചത്. എല്ലാവരും ഇവിടെ നിന്നിട്ട് കുൾഫിയും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ മേലോട്ട് നടന്നത് കേട്ടോ. കുറച്ച് നല്ല വെയിലെന്ന് പറയാൻ പോരാ, ചില സമയത്ത് കാല് വരെ പൊള്ളുന്ന അത്രയും വെയിലാണ് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാമല്ലോ, അത്രയും പൊള്ളുന്ന വെയിലായിരുന്നു. ഇതാ ഞങ്ങൾ അങ്ങനെ നടക്കാണ്. കുറച്ചൊരു 3-4 സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം അവിടെ എത്താം കേട്ടോ. നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രം പോരെ കേട്ടോ. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ മുമ്പത്തെ വീഡിയോസ് എല്ലാവരും കാണണം. പിന്നെ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ കാണിക്കാനുള്ളത്, നമ്മുടെ ഈ ശിവഭഗവാന്റെ സ്റ്റാറ്റ്യൂവിൻ്റെ അടിയിലുള്ള ഒരു ഗുഹ ഉണ്ട്. അപ്പോൾ ആ ഗുഹേൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്കും അതൊക്കെ കാണാം കേട്ടോ. അങ്ങനത്തെ ഈ സ്റ്റെപ്പും കൂടി കയറി നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിട്ടോ. അതായത് ശിവഭഗവാന്റെ സ്റ്റാറ്റ്യൂവിൻ്റെ താഴെയായിട്ട് നമ്മൾ എത്തുന്നതാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് നന്ദീനെ കാണാം. വലിയ നന്ദി നമ്മളെ നോക്കി നിൽക്കുന്നത് കാണാം കേട്ടോ. അപ്പം നമുക്ക് അവിടേക്ക് പോകാം. അങ്ങനെ ഇതാ ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടോ. ഇതാ ഇവിടെ നിന്നാണ് ഇതാ നന്ദീനെ കണ്ടില്ലേ, എല്ലാവരും നമ്മളെ നോക്കി നിൽക്കുന്ന വലിയ നന്ദീനെ അടിപൊളിയായിട്ടില്ല. അതിൻ്റെ അടുത്തായിട്ട് ഗോപുരം കാണാം. എല്ലാം നമുക്ക് ഇവിടുന്നും കാണാം കേട്ടോ. നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്.
എന്താ പറയുക, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മളിത് ആ ഗുഹേൻ്റെ ഉള്ളിൽ കയറുകയാണ്. അവിടെ ടിക്കറ്റ് ചെറിയൊരു എമൗണ്ട് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഗുഹേൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കണ്ടെന്ന് കണ്ടാലോ? വാ. ചെറിയമ്മേ ഇവിടെ നിന്നോ, ഫോട്ടോ എടുത്തരാം. അങ്ങനെ ഇത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ സൈഡിൽ ഒരു അമ്പലം കൂടി ഉണ്ട് കേട്ടോ. അതാ ഈ കാണുന്നതാണ്, അത് ശനീശ്വരൻ്റെ ഒരു ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കും പോയിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ഈ ശിവലിംഗം ഒന്ന് മൊത്തമായിട്ടൊന്ന് ഞാനും സമീരയും കൂടി ഓടിപ്പോയി ഒന്ന് കണ്ടു വന്നിട്ടോ. വെയിലായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ഫുള്ള് ചുറ്റുപോയി കണ്ടിട്ടോ. സത്യം പറയുകയാണെങ്കിൽ കാല് നല്ല പൊള്ളി. എന്നാലും നമ്മൾ അതുവരെ വന്നിട്ട് അവിടെ കാണാതെ പോകരുതല്ലോ. അപ്പോൾ ഞങ്ങൾ ഫുൾ കണ്ടിട്ടോ. പിന്നെ ഞങ്ങൾ പോവാത്തതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സൈഡിലേക്ക് കുറേ എന്താ പറയുക, ഹോട്ടലോ അവിടേക്കുള്ള കുറേ ഇത് കാണാം. നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. ഈ കാണുന്ന ഇവിടേക്കൊന്നും ഞങ്ങൾ പോയില്ല, രഥം അത് അവിടേക്കൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. അവിടെ നിന്ന് തന്നെ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് നടക്കണം. അതൊരു ഹോട്ടലൊക്കെ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. അപ്പോൾ ഇവിടെ ഫുള്ള് ഞങ്ങൾ കണ്ടിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുൾ കണ്ടിട്ട് ഞങ്ങളിതാ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. താഴെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് വേഗം ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് 2:08 അടുത്ത ട്രെയിന്. മുരുടേശ്വരത്ത് നിന്ന് നേരെ നമ്മുടെ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ട്രെയിനാണ്. ഞങ്ങൾ ഓൾറെഡി സ്ലീപ്പർ ബുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വേണം പെട്ടെന്ന് അവിടെ എത്താൻ. ഇപ്പം തന്നെ ഒരുപാട് സമയം ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും വേഗം ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മുടെ കിത്തട്ടൻ കണ്ണാടി എന്തൊക്കെയോ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത്. ഫുഡ് എല്ലാവരും മീൽസാണ് കഴിച്ചത്. ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. അവിടെ നിന്ന് 2 കിലോമീറ്ററായിട്ടേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം ഓട്ടോറിക്ഷ വിളിച്ച് പോയതാണ് കേട്ടോ. ഞങ്ങൾ 2 മണിയാകുമ്പോഴത്തേക്ക് തന്നെ അവിടെ എത്തി കേട്ടോ. ഈ ട്രെയിൻ യാത്രയ്ക്കിടയിൽ നമുക്ക് മുരുടേശ്വരം ടെമ്പിൾ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 6:30 ആ സമയത്താണ് നമ്മൾ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ 8:15-നാണ്. അങ്ങനെ മംഗളൂരു സെൻട്രലിൽ നമ്മുടെ അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് കേട്ടോ. 8:15-നുള്ള ട്രെയിനാണ്. ഇതാ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ട്രെയിനിൽ പറയേണ്ട കിത്തട്ടൻ ഭയങ്കര കളിയും ഇതൊക്കെയായിരുന്നു. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ.
ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ നേരെ സാഗർ ഹോട്ടലിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. പിന്നെ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ മൂകാംബിക മുരുടേശ്വരം ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.